ഹലോ കഴിഞ്ഞോ? ഞങ്ങളപ്പോൾ എല്ലാവരും കൊല്ലത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ മെമ്മുവിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ട്രെയിൻ എടുക്കും. ഞങ്ങളിങ്ങനെ നേരത്തെ വന്നു സത്യം പറഞ്ഞാൽ ട്രെയിന് കയറാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ പോയൊരു ഞാൻ നാരങ്ങോളം സോഡ നാരങ്ങ കുടിച്ചു. പിന്നെ സാധാ ലൈം കുടിച്ചു. പിന്നെന്താണ്, എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂട്? ഞങ്ങളുടെ ഇവിടെ പൊള്ളിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ അങ്ങനെ ഡെറിന്റെ നാട്ടിലെത്തി. ഡെർമേരി ഡേവിഡിന്റെ നാട് അത് നമ്മൾ പറഞ്ഞില്ല. നേരാണ്, ഡെറിന്റെ നാടാണ് ഗൈസ്. അവിടെ മെമ്മു ഷട്ടിൽ ട്രെയിൻ കഴുകുന്നത് എന്തൊക്കെ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇട്ടായിരിക്കും ചെയ്യുന്നത്. പട്ടണത്തിൽ ഇറങ്ങി പിള്ളേരുടെ ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇവിടെ നല്ലൊരു മുന്തിരിപ്പാലിന്റെ സ്പോട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ കുടിക്കണം ഇങ്ങനെ തോന്നിപ്പിച്ചൊരു സാധനം. അതെ, നമുക്ക് പോയി മുന്തിരിപ്പാല് കുടിക്കാം. അപ്പൊ നമ്മളെ മുന്തിരിപ്പാല് റെഡി ആയിരിക്കണം. എനിക്ക് ടേസ്റ്റ് ചെയ്യണം. ഞങ്ങൾ ഒരെണ്ണം കുടിച്ചു. എന്റെ ഹലോ ഗൈസ്, വെളിച്ചം അങ്ങോട്ടാ. എന്താ പറയാ, നമ്മളിപ്പം ഒരു അടിപൊളി സ്ഥലത്താണ്, വർക്കല. ഗൈസ്, നമ്മളിപ്പം വർക്കല ബീച്ചിലെത്തിയിരിക്കുകയാണ്. അടിപൊളി വൈബാണ്. എല്ലാ ദിവസവും വർക്കല കണ്ടു മടുത്തല്ലേ ഡെർമേരി ഡേവിഡ്? ശരിയാ. ട്രിവാൻഡ്രം എയർപോർട്ടിലാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞങ്ങള് പ്ലെയിനൊക്കെ ഇറങ്ങി? ഞങ്ങളൊരു ഫ്രണ്ടിനെ കൊണ്ടുവിടാൻ വന്നതാ. അതെ, ഞങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ടാ. ഞങ്ങളുടെ എല്ലാവരുടെയും മ്യൂച്വൽ ഫ്രണ്ടാണ്. കുറച്ച് പ്രായമുള്ള മ്യൂച്വൽ കുറച്ച് പ്രായമുണ്ട്, കുറച്ച്. അപ്പം ആളെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതായിരുന്നു. ഇപ്പം നമ്മൾ അയാളെ കൊണ്ട് വിട്ടുകൊണ്ടിരിക്കുവാണ്. അയാൾ മുന്നിൽ പോയി, ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ബാക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല ചൂടിട്ട്, അത് പറയാണ്ടിരിക്കുകയാണ്. കൊടുക്കാത്ത ചൂടാണ്. ഞങ്ങളാണെങ്കിൽ ഒരുമാതിരി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ചൂടെടുക്കുന്നുണ്ട്. അതാ പോയി. ആക്ച്വലി ഞങ്ങൾ കയറ്റിവിടാൻ വന്നത് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ഫാദറിനെയാണ്. എന്റെ സൗണ്ട് എന്തോ പോലെ ഇരിക്കുന്നത് ഗൈസ്. വേറെ ആരും ഡെറിന്റെ ഡാഡിനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നത്. അപ്പൊ ഞങ്ങൾ ഇന്നലെ വന്നപ്പം ഡാഡിനെയും കൂട്ടി ഞങ്ങൾ ജസ്റ്റ് വന്നു. ഡാഡി പോയി. ഫ്ലൈറ്റ് 4 മണിക്കാണ് ദുബായിക്ക്. ഞങ്ങളിപ്പോൾ ലുലുവിലാണ് ഉള്ളത്. ഞങ്ങൾ ഡയറക്റ്റ് പപ്പേനൊക്കെ പറഞ്ഞു വിട്ട് ഇപ്പോൾ ഡയറക്റ്റ് ലുലുവിലേക്ക് വന്നതാണ്. ഇനി ഇവിടെ കുറച്ച് ഞങ്ങൾ 2 വട്ടം ഞങ്ങളെല്ലാവരും കൂടി തന്നെ ആക്ച്വലി ഇവിടെ ലുലുവിൽ വന്നാണ്. പിന്നെ ഭയങ്കര ചൂട് പുറത്ത്. അപ്പം ലുലു ഒന്ന് കാണാമെന്ന് വിചാരിച്ച്, പിന്നെ ട്രിവാൻഡ്രത്ത് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം കൂടി പോകാമെന്ന് വിചാരിച്ച്. ഫുൾ ട്രിവാൻഡ്രമാണ്. ആന വാങ്ങുന്നു. അപ്പോൾ ഇവിടുത്തെ മെയിൻ സാധനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ വാങ്ങിയതോട്ടോ ഈ മൊഹബത്ത് കാ സർബത്ത്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അടുത്ത് ഒരു ബദാം മിൽക്ക് അല്ലേ, എന്താ അല്ല, ടെൻഡർ കോക്കനട്ട് വിത്ത് ബട്ടർ സ്കോച്ച് ആണ്. ഞാൻ അത് പറഞ്ഞ കൊള്ളാം, നല്ലതാ. ഒളിച്ചോ ആയിട്ടി കൂടാ. ഞങ്ങളിപ്പോ ഇത് ലുലുമോൾ കൂടെ ചുമ്മാ നടക്കുക. ചിലപ്പോ എന്തെങ്കിലും കഴിക്കും. ആർക്കും വിശക്കുന്നില്ല, അതുകൊണ്ട് കഴിക്കണോ വേണ്ടോ അറിയാം ഗൈസ്. അപ്പൊ നമ്മള് എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. മിക്സ് ആണല്ലേ ഇത്, എന്താണ് പേര്?
മൈഫ്രോലാൻഡ് കണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ട് എടുക്കാനുള്ള സ്ഥലമാണ്. ഞങ്ങളിങ്ങനെ ട്രൈ ചെയ്തൊക്കെ ഞങ്ങൾ ഇതുവരെ ചെയ്തില്ലായിരുന്നു. നോക്കി നോക്കാം. ഞങ്ങൾ കഴിച്ചപ്പോൾ തീരാനായിപ്പോയി, മറന്നുപോയി. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് കാപ്പിൽ ബീച്ചിലാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇവിടെ കായലും ഗൈസ് നല്ല അടിപൊളി ബീച്ച് ആദ്യത്തെ വൈബ് ആസ്വദിക്കുകയാണ്. ബാക്കി എല്ലാവരും എങ്ങോട്ട് നടന്നുപോയി? എവിടേക്കാണ്? കുറേ പേര് അവിടെ വെള്ളത്തിലുണ്ട്. പിന്നെ 2 പേര് അങ്ങോട്ട് നടന്നുപോയി. എങ്ങോട്ടാ പോയെന്ന് പോലും അറിയത്തില്ല. നമുക്ക് നടക്കാൻ പോകാം. അതെ, നമുക്ക് നടന്നു നോക്കാം. ബാ. ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. പണ്ടത് അത്ര ഒരു ഫേമസ് ബീച്ച് അല്ലേന്നു എന്നാ പറഞ്ഞേ. പക്ഷെ നല്ല ഫേമസ്, നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. സൺഡേയും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പാനിപൂരി കഴിക്കുവാണ്. കഴിച്ചോക്ക്. ഓ തൊഴിക്കണം, സാധാരണ ഒഴിച്ചു തരുന്നു. ചോറിന് റോസും കഴിക്കും.